നല്ല അഭിപ്രായം. ഒരു മിനിറ്റ് ചേട്ടാ, പടം കണ്ട് ഞാൻ പറയാണ്, ഞാൻ അഭിനയിച്ചുകൊണ്ട് പറയല്ല, നല്ലൊരു എന്റർടൈനറിൽ ഗംഭീരമായിരുന്നു. എന്നിട്ട് അടിപൊളി, ഒരുപാട് സന്തോഷം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. അപ്പൊ വെക്കടാ വെടി ഹിറ്റായോ? കൊള്ള ഹിറ്റായോന്നോ? ബമ്പറാ സാറേ. 80s മുതൽ 2024 റഹ്മാൻ, ബാബു ആന്റണി, ശങ്കർ ഉൾപ്പെടെ ഈ ധ്യാൻ ശ്രീനിവാസൻ വരെയുള്ള ഒരു പാക്കേജാണ് ഓമർ ലുലു അബ മൂവീസിന്റെ ബാനറിൽ പ്രസന്റ് ചെയ്തത്. സത്യം പറ ബാബു, വെക്കിടാവിടി നല്ല പടമാണ്. അയ്യോ എന്റെ മാഡം സാറ് കലക്കി പൊളിച്ചിരിക്കുക. എന്തോ അപ്ലാസ്. ഷാജി അങ്ങനല്ലല്ലോ പറഞ്ഞത്. ഷാജി എന്ത് പറഞ്ഞു? ഒരു കാശിന് കൊള്ളത്തില്ല. കാശ് പോയി. റിവ്യൂ എടുക്കാതിരിക്കുന്ന നല്ലത്. റിവ്യൂ എടുക്കാതിരിക്കുന്ന നല്ലത്. എന്തായിരിക്കും അവിടെ സംഭവിച്ചത്? അതും പൊളിഞ്ഞു. അത് എന്നെ സംഭവിച്ചത്. കഷ്ടം. ഒരു കാര്യം കൂടി പരാമർശിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. സത്യസന്ധമായ റിവ്യൂ കൊടുക്കുകയാണെങ്കിൽ ഞാൻ അഭിനയിച്ച ബാഡ് ബോയ്സ് സിനിമ യാതൊരു ലോജിക് ഇല്ലാത്ത പടമാണ്. കളിച്ച് ആശാന്റെ അടുക്കള കയറി കളിച്ചു തുടങ്ങിയല്ലോടാ. ക്ലീഷേ മൂവിയാണ്. തിരുമേനി ഒരു വേണ്ടി മറ്റേ തുറത്താൻ പറഞ്ഞു. ഉപകാരം ചെയ്തവൻ തന്നെ ഉപദ്രവിക്കുന്നതാണല്ലേ? പടം ക്ലീഷയാണ്, ഒരു ലോജിക്കും ഇല്ല. എന്റെ തലയിൽ കയറിയിരുന്ന് എന്റെ കണ്ണിന് എന്നെ മുളകുടച്ചതേ ചെല്ലടാ നന്ദി കേട്ടവനെ. ഒരു മാസ് മസാല മൂവി. ഈ ഫിലിം എങ്ങനെ പഠിച്ചിരിക്കുമെന്ന് എനിക്കറിയില്ല. ആ ചെക്കനെ ഒന്ന് കൊടുത്തിട്ടേ. വേണ്ട സാർ, വിവരമുള്ളവർ എന്തെങ്കിലും പറഞ്ഞെന്ന് വെച്ച് വിവരമില്ലാത്ത സാറെന്തിനാ മറുപടി പറയാൻ പോകുന്നത്? ഞാൻ അഭിനയിച്ച പടമാണെങ്കിൽ ഞാൻ എസ്പെഷ്യലായിട്ട് റിവ്യൂ കൊടുക്കുള്ളൂ. സത്യമായി പറയുന്നവനായി രാജാക്കന്ന് വിളിച്ചോണ്ട് വന്നിട്ട് എനിക്കിട്ട് പണിയാതാ പറഞ്ഞു. ഒരുപാട് താരങ്ങളുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഒരുപാട് സ്റ്റാർസ് ഉണ്ട്. ഒട്ടും റിയലിസ്റ്റിക് അല്ല. പക്ഷേ ഡയലോഗ് ഡെലിവറി പോരാ, ഭാഷാശുദ്ധി ഇല്ല, വാക്കുകൾക്ക് സ്പഷ്ടത പോരാ. ഇങ്ങനെ ഒരു സിനിമയിൽ അഭിനയിക്കേണ്ടി വന്നതിൽ ഞാൻ കേരളം പ്രകടിപ്പിക്കുന്നു. അതിൽ ഞാൻ ഇന്ന് ഖേദിക്കുന്നു. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.